പാട്ടൊക്കെ പാടി രാത്രി ഇങ്ങനെയൊക്കെ പോയി എന്ത് രസമാണെന്ന് അറിയോ? ഹായ് കൂട്ടരെ, അന്നേരം ഞാൻ ഫുള്ള് ലോഡാക്കി ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇനി 8 കിലോമീറ്റർ യാത്രയാണ്. വളരെ രസകരമായിരിക്കും. പോകുന്ന വഴിയിലൊക്കെ ആൾക്കാരൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. രാത്രി ആയതുകൊണ്ട് ചിലപ്പം വ്യക്തത കാണത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം കാണാൻ കഴിയും കേട്ടോ. എല്ലാരും മുഖത്ത് പക്ഷെ ഒരു ചിരിയുണ്ട് അങ്ങനെ നോക്കിയിട്ട്. അതിന് കളിയാക്കിയിട്ടാണോ അതോ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. കണ്ട കണ്ട അവരൊക്കെ നമുക്ക് ടാറ്റ തരുന്നുണ്ട്. ഒരു ബെട്ടാ ലോറി വരുന്നു. അളിയാ, കഴിഞ്ഞ ട്രിപ്പ് നമുക്ക് വീഡിയോ ഫുള്ള് പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോൺ നമുക്ക് പണി തന്നത് കൊണ്ട് നമുക്കത് ഫുൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിന്റെ ബാലൻസ് വീഡിയോ ആണ് മക്കളെ. പിടിച്ചോ, ഞങ്ങൾ റൈഡ് പോകാൻ പോവാണേ. എവിടെ പോകുന്നത്? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല, നമ്മൾ പോവാ ലോ അടിക്കാൻ വേണ്ടി പോവാ. ഞങ്ങൾ പെരുമ്പുഴ സ്ഥലമുണ്ട്, അവിടെ പോയി കുറച്ച് വിറക് എടുത്തുകൊണ്ടിരാൻ വേണ്ടി പോകും. വിറകിന് ഭയങ്കര ക്ഷാമം. വിറകിന്റെ വില ഇപ്പം ഭയങ്കരമാണ് കേട്ടോ. കാരണം എന്താ, ഗ്യാസ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ വിറക് തപ്പി നടക്കുവാണ്. വിറക് എടുക്കാൻ വേണ്ടി പോവാ. ഈ വണ്ടിക്ക് അപ്പം ബാക്കിൽ വിറക് നിറച്ചുകൊണ്ടിരാൻ പോവല്ലേ? പോയാലോ? അടിയാ, എടുക്കൂ. വേണ്ട, ഞാൻ തന്നെ ഓടിച്ചളഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട്. എനിക്ക് കുറച്ച് ഓടിക്കാൻ അറിയാം, ഞാൻ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ടെന്ന്. എനിക്ക് പക്ഷെ ഇറങ്ങി വണ്ടിയുടെ ഇടയ്ക്കൊന്നും കയറാറില്ല. ഞങ്ങള് അങ്ങനെ ഇറങ്ങുകയാണ്. ഇവിടെ പെരുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏതാണ്ട് 12 കിലോമീറ്റർ അല്ലേ പേതിക്ക് പോണേ? 12 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ വിറകെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫുൾ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അല്ലേ, നമ്മൾ പോകുന്നതും അവിടെ വിറകെടുക്കുന്നതും. അയ്യോ, അവിടെ പെതുക്കെ പോ. അയ്യോ അമ്മല പെതിയൊന്നും പോയിക്കേ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിരുന്നതായിരിക്കും. എനിക്ക് ഇങ്ങനെ ഇരുന്ന് എടുത്ത് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. എന്നെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ബാക്ക് ക്യാമിലാണ് എടുക്കുന്നത്. റെക്കോർഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പുറകെ ഒരു സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. അതാണ് എനിക്കിതിൽ ഇരുന്ന് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഭയങ്കര കഷ്ടം പിടിച്ചിരിക്കുന്നത്. നല്ല രസമാണ് പക്ഷെ ഇരിക്കാനായിട്ട്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചിരി നിർത്താനായിട്ട് വരത്തില്ല. കാരണം നമ്മളെപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. കാരണം നല്ല കുലുങ്ങിയിട്ടാണ് ഈ വണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഒരുമാതിരി വെട്ട എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. കാരണം എന്താണെന്നറിയോ, ഈ ഒരു വണ്ടി കുറച്ച് വ്യത്യാസമല്ലേ. അപ്പൊ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും, നമ്മളെ നോക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിരി വരും അല്ലേ? തള്ളി മറിക്കുന്നല്ലേ, ഞാൻ സത്യം പറഞ്ഞു. എനിക്ക് ഈ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസാ പറയുന്നേ. എന്തായാലും കൊള്ളാം. എല്ലാരും ചിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നോർമലി ഉള്ള വണ്ടികളെ പോലെ അല്ലല്ലോ, വ്യത്യാസമല്ലേ? എല്ലാരും നമ്മളെ നോക്കും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ലക്ഷ്യം വിറക് പെറുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പോകാം. സത്യം പറഞ്ഞാൽ ഇതിന് മുൻപ് പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ഇറങ്ങി. പക്ഷെ അന്ന് നമ്മുടെ ഫോൺ പണി തന്നു അല്ലേ, സ്റ്റക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അതിന്റെ ബാലൻസ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അമൽ സാറ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കുറച്ച് ഓടിക്കാറിയാം, ഞാൻ മൊത്തം ഓടിക്കത്തില്ല. കാരണം എനിക്കിത് റോഡിലിറക്കി പരിചയമില്ല. ഫ്രണ്ടിലിട്ട് മാത്രം ഓടിച്ചിട്ടേ എനിക്ക് ശീലമുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല രസമാണ് കേട്ടോ. ഈ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിരി നിർത്താനേ പറ്റത്തില്ല. നമുക്ക് ചിരി നിർത്തിയിട്ട് ഒരു പരിപാടി നടക്കത്തുമില്ല. അടിപൊളിയാണ്. പക്ഷേ ഈ വണ്ടിയെ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കും, എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. കണ്ടാ, അത്യാവശ്യം പാടവും പറമ്പും. നല്ല സമയത്ത് ഇറങ്ങിയത്, കാരണം വൈകുന്നേരമാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്ന സമയമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കാരണം ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ പോകുന്ന സമയത്താണ് നമ്മൾ ഈ വണ്ടിയായിട്ട് ഇറങ്ങിയത്. എന്തായാലും സാരമില്ല, പോയിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ? ഞാൻ എന്തായാലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ വണ്ടി എന്താണെന്നും ആരുടെ വണ്ടിയാണെന്ന്, ഈ വണ്ടിയുടെ ഒരു കഥയൊന്നും അല്ലേ. ഓൾറെഡി ഒരുപാട് സോഷ്യൽ മീഡിയാസിൽ വന്നിട്ടുള്ളതാണ്.
എന്താ അല്ലേ നമ്മുടെ 24 ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി. അപ്പം ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? തള്ളി മറിക്കുന്നതല്ല, ഞാൻ ഇതിന്റെ സ്റ്റോറീസ് പറയായിരുന്നു. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും, പക്ഷെ നമുക്ക് അവരെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇതിൽ ഇരിക്കുന്നതും പോകുന്നതും ഒക്കെ അടിപൊളിയാണ്. കാരണം ഇപ്പൊ കടകളുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോ അപ്പച്ചന്മാരൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. സമയം കിട്ടുന്നില്ല എന്താണ് ഈ പോകുന്നതെന്നുള്ളത് ചോദിക്കാനായിട്ടുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ പെട്ടെന്ന് പാസ് ചെയ്ത് പോവല്ലേ. പക്ഷെ എല്ലാവരുടെയും കണ്ണിലൊരു ക്യൂരിയോസിറ്റി ഞാൻ കാണുന്നുണ്ട്. ഇത് ചിലപ്പം ഇതിനു മുമ്പ് ഈ വണ്ടി ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മളിത് എപ്പോഴും പുറത്തിറക്കാറില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമല്ലേ പുറത്തിറക്കുന്നേ. അപ്പം ആൾക്കാർക്ക് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, എന്താ ഈ സംഭവം പോകുന്നത്, ഏത് വണ്ടിയാണ് പോകുന്നത്. കാരണം ആൾക്കാർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ് ഈ സാധനം എന്താണെന്ന് അറിയാം അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അതാ എനിക്കും പേടി. നീ നോക്കണോ നിർബന്ധമില്ല, ഇത് വെച്ചാ മതിയാ. ഇങ്ങനെ പൊക്കി പിടിച്ചാ മതി. കാണാവോ എനിക്ക് അറിഞ്ഞൂടാ. ആ നീ എടുത്ത കുഴപ്പമില്ല. താഴെ പോവല്ലേ, അങ്ങനെ ബിനീഷ ഉരുണ്ട് വീടുള്ള വീഡിയോ നാളെ വരും. അല്ലെങ്കിൽ അതെ, ഞാൻ തല ഇറങ്ങി അല്ല ഞാൻ വീഴുന്ന വീഡിയോ പിന്നെ നിങ്ങൾ വൈറലായിട്ട് കാണുക. ആ ഒരു കൊച്ചിന്റെ എക്സൈറ്റ്മെന്റ് കണ്ട, ഒരു കൊച്ചെനിക്ക് ടാറ്റയൊക്കെ തന്നിച്ചു, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് ചിരിച്ചോണ്ട് പോകുന്നത് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല കേട്ടോ. ഞാൻ എടുക്കുന്നോണ്ടേ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നോണ്ട് ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. റെക്കോർഡൊക്കെ തന്നെയാണോ? ആ റെക്കോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലേ ചട്ടി. മെയിൻ റോഡിലൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും അടിപൊളിയേ. അത്യാവശ്യം വണ്ടി നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതിന് ഹെൽമെറ്റ് വേണ്ട, ലൈസൻസ് വേണ്ട. ഈ സ്പീഡിൽ പോകുന്നത് കൊണ്ടാണ്. ഈ പെങ്കൊച്ച് തിരിഞ്ഞു നോക്കോ? നോക്കിയോ? എല്ലാരും നോക്കി, ആ പോയ പെമ്പിള്ളാരും നോക്കി, നടക്കുന്നവരും നോക്കി. ഒരു ഫ്രീക്കം പയ്യൻ വരുന്നുണ്ട്, അവൻ നോക്കോ നോക്കാം. ഈ അപ്പച്ചൻ അത് കാണാൻ പറ്റുന്നില്ല. ഈ അപ്പച്ചൻ ആ പെമ്പിള്ളാര് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആൾക്കാരുടെ പ്രതികരണം എല്ലാം ഇപ്പൊ നോക്കണേ. നിനക്ക് നടക്കണമെന്നില്ല, ബാക്കി ചില സമയങ്ങളിൽ ഞാൻ ആരെയും ഗവനിക്കുന്നില്ല. ആൾക്കാർ നോക്കുന്നുണ്ടോ? ആ നോക്കുന്നുണ്ട്. എന്നെയാണോ നോക്കുന്നതെന്നൊരു സംശയം എനിക്കുണ്ട്. ഏതാ ഈ പറഞ്ഞ പെണ്ണിനെ ഇറങ്ങിയിരിക്കുന്നത്? അതെ അതെ അതെ. എന്താ ഒരു പെങ്കൊച്ചൊക്കെ എത്തി നോക്കുന്നത്? പിന്നല്ല, ഒരു ചുണ്ടറിന് ചക്കയല്ലേ ഫ്രണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കില്ല, ഏതാ ഈ രണ്ട് വേട്ടാവളിയന്മാരെന്നായിരിക്കും. എല്ലാരും മുഖത്ത് പക്ഷെ ഒരു ചിരിയുണ്ട് അങ്ങനെ നോക്കിയിട്ട്. അതിന് കളിയാക്കിയിട്ടാണോ അതോ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. കണ്ട അവരൊക്കെ നമുക്ക് ടാറ്റ തരുന്നുണ്ട. അയ്യോ വയ്യ. കൊള്ളാല്ലേ? ടാറ്റയൊക്കെ തന്നപ്പോ എന്ത് തോന്നി മല്ലയ്യ? സൂപ്പറാണ്. പിന്നെ അടുത്ത ജംഗ്ഷനിലോട്ട് വന്നിരിക്കും കേട്ടോ.
ജംഗ്ഷനിലെ എക്സ്പീരിയൻസ് നമുക്കിപ്പോ അറിയാൻ പറ്റും. മേളോട്ടോ ഇങ്ങനെ എത്രത്തോളം കാണാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ കൊട പിടിച്ചിരിക്കുന്ന ഒരു ഫീല്. പൊക്കിയാ എടുത്തിരിക്കുന്നേ. അയ്യോ വൈഡല്ല ഇട്ടേക്കുന്ന. വൈഡ് ഇടട്ടെ. ആ വൈഡ് ഇട്ട് പെതിയെ പോണേ. ഒരു ബെഡാ ലോറി വരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ലോറി വന്നു. നമ്മളിവിടെ ട്രാഫിക് ജാമിലും പെട്ടു. എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. കൊറേ പേര് നമ്മളെ നോക്കുവാ എന്താ പോന്നേന്നുള്ള ഇതില്. പെതി എടുക്കണേ. ഹമ്പ സൈഡ് മാറുകയാണ്. അപ്പം നമ്മള് വളവ് തിരിഞ്ഞ് വളവിലോട്ട് പോവാണേ. പോരെ ഞങ്ങൾ വിറക് അടുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടിക്കകത്ത്. കണ്ടോ ഇങ്ങനെ അടുക്കി ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണ് എൻ്റെ വീട് കേട്ടോ. അവിടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ വണ്ടിക്കകത്താണ്, നമ്മൾ ചിരി വണ്ടിക്കകത്താണ് അടുക്കിക്കൊണ്ടിരിക്കുക. വിനീഷയുണ്ട്, എൻ്റെ അനിയനും അപ്പും ഉണ്ട്. കേട്ടോ അടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നല്ല രസമാണ് രാത്രി ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ ഈ വിറകുമായിട്ട് ഇങ്ങനെ പോകും. കാരണം ഇതിനകത്ത് നല്ല ലൈറ്റുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നിലത്ത് ഇങ്ങനെ തൊട്ടൊരു വണ്ടി പോകുന്നൊരു കാഴ്ച അത് അടിപൊളിയാണ് കേട്ടോ. അന്നേരം ആ ഒരു കാഴ്ചയുടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അന്നേരം വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറും ഫോളോ മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിനും മറക്കരുത്. ഇല്ലേ വിനീഷ്? അതെ അതെ. അപ്പോൾ അവൻ്റെ കീ ഒന്ന് ഓണാക്കാം അവിടെ സൈഡിൽ നിന്ന്. നമ്മൾ ലൈറ്റ് ഇടാൻ പോവുകയാണ് വണ്ടിക്കകത്ത്. കണ്ടോ? അയ്യാ അടിപൊളിയില്ലേ, എന്ത് രസമല്ലേ. ബാക്കിലും വെട്ടമുണ്ട്. ഇതൊക്കെ നല്ല രസം രാത്രി ഇങ്ങനെ പോകണം ഈ വണ്ടിക്കകത്ത്. രസം വേറെ ലെവലാണ് കേട്ടോ. കണ്ടോ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ടോ? അപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടാ വണ്ടിയുടെ വിനീഷേ? ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അറിയാം എന്തുവാന്ന്? എന്തുവാ ഇപ്പുറത്തിട്. കണ്ടോ ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ടോ? എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ നമ്മളെ വണ്ടിയുടെ ഹോൺ വണ്ടി ഉപയോഗിക്കുക കുറച്ച് നാൾ ഉപയോഗിക്കായിരുന്നു. അതിൻ്റെതായ ഒരു പോരായ്മ വണ്ടിക്ക്. പോരായ്മയല്ല, ഹോൺ വർക്ക് ചെയ്യുന്നില്ല. എന്താ അറിയാൻ വയ്യ, ചെക്ക് ചെയ്യണം. നമ്മൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതും കൊണ്ടൊരു കേരള ട്രിപ്പ് ഒന്നുകൂടെ പോയാൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്. പതുക്കെ എങ്ങും വേണം. കാരണം ഒരുപാട് പേർക്ക് ഈ വണ്ടി ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. കൂടുതലായിട്ട് ഈ ഭിന്നശേഷിക്കാരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ വണ്ടി കിട്ടാനേ. കാരണം കണ്ടോ പർപ്പസ് ഇതാണ്. എല്ലാം എന്ത് കാര്യം ചെയ്യാം, പിന്നെ ഏത് വഴിയിൽ കൂടെ നമുക്ക് ഓട്ടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത ഈ വണ്ടിക്കുണ്ട്. ഒറ്റ റീചാർജ് എങ്ങനെ വരും 140 കിലോമീറ്റർ കുറയാതെ കിട്ടും. ഇതിൻ്റെ ബാക്കിൽ ഡിഫറൻഷ്യൽ ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ റേഞ്ച് കൂടും. എങ്ങനെ വരും 180 കുറയാതെ മൈലേജ് കിട്ടും. ആ രീതി ആക്കി മാറ്റാൻ പറ്റും ഈ വണ്ടി. വണ്ടി നിറയെ ഇപ്പം വിറകായിരിക്കും കേട്ടോ. ഇപ്പം ഗ്യാസിനൊക്കെ എന്നാ വില കേട്ടോ. വിലയല്ല, ഗ്യാസ് കിട്ടാനില്ല. അന്നേരം നമുക്കിപ്പോൾ ആശ്രയം വിറകാണ്. മറ്റേ വീട്ടിലൊക്കെ 2-3 സിലിണ്ടറൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ അതെല്ലാം കാലിക്കുറ്റിയാണ്. ഗ്യാസ് ഇപ്പം കിട്ടണത് എത്ര ദിവസം വേണം? 40 ദിവസമോ? 44 ദിവസം വേണം ഗ്യാസ് ബുക്ക് ചെയ്താൽ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ വീട്ടിൽ 1 സിലിണ്ടറേ ഉള്ളൂ. അന്നേരം നാളെ ഗ്യാസ് തീരും. അങ്ങനെ ആകുമ്പോൾ വിറയില്ലെങ്കിൽ വേറെ പണി നടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചാണ് വണ്ടിക്കകത്ത് ട്രിപ്പ് അടിച്ചാലോ. ഇതിന് ശേഷം 8 കിലോമീറ്റർ ഞാൻ ഉണ്ടല്ലോ. 8 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ വന്ന് ഈ വിറക് കൊണ്ടുപോകുന്നത്. അന്നേരം വിറകിൻ്റെ വില ഇല്ലയമ്മ. അമ്മ കുറേ നാളോട്ട് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരുന്ന വിറകാണ് ഇപ്പോൾ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല ഉണങ്ങിക്കൊണ്ട് തീയരിച്ചാൽ മാത്രം മതി ഇല്ലേ? അപ്പു അടുക്കുന്നുണ്ടോ? അടുക്കുന്നതിൻ്റെ ചന്തം കണ്ടില്ലേ?
അവസാനം ഇടണ വിറക് എടുക്കുക. ഹായ് കൂട്ടരെ, അന്നേരം ഞങ്ങൾ ഫുള്ള് ലോഡാക്കി ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇനി 8 കിലോമീറ്റർ യാത്രയാണ്. വളരെ രസകരമായിരിക്കും. പോകുന്ന വഴിയിലൊക്കെ ആൾക്കാരൊക്കെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. രാത്രി ആയതുകൊണ്ട് ചിലപ്പം വ്യക്തത കാണത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം കാണാൻ കഴിയും കേട്ടോ. അന്നേരം യാത്ര തുടരുകയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകം എനിക്ക് എല്ലാവർക്കും അറിയില്ല, ഞാൻ സ്വന്തമായിട്ട് മേക്ക് ചെയ്തൊരു വണ്ടി, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കൈ കൊണ്ട് നിർമ്മിച്ചൊരു വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയും കൊണ്ട് കേരളം മുഴുവൻ കറങ്ങിയാണ്. അതുകൂടാതെ തന്നെ ഇങ്ങനെ കുറച്ച് പണി ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, അന്നേരം യാത്ര തുടരുകയാണ്. പിറകില്ലേ ഞാൻ പോട്ടെ. ഓക്കെ, ടാറ്റാ. അത്യാവശ്യം ഇപ്പം നല്ല ലോഡാ, പിറകണ്ടല്ല അട്ടിയിട്ട് വെച്ചേക്കുക. അപ്പം അടിക്കുക കേട്ടോ. പോട്ടെ, ടാറ്റാ. എങ്ങനെയുണ്ട്, രസമല്ലേ? അയ്യാ, നമ്മൾ പോകുന്ന വഴിക്ക് ഈ വിറകൊക്കെ ആയിട്ട് പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കും കേട്ടോ. രണ്ടുപേരൊക്കെ ഇതോടെ നിന്ന് കാണാൻ വേണ്ടി പോകാൻ പോകുന്നു. ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടേക്കുന്നു വണ്ടിയുടെ ഒക്കെ. അത് അളിയ ക്യാമറമാനെ എന്തോ പറ്റി, തെക്കൂടൊക്കെ പോകുന്നല്ലേ? എടാ അപ്പുവേ, ഈ ബാക്കിലത്തെ വീലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കടാ.
പാട്ടൊക്കെ പാടി രാത്രി ഇങ്ങനെയൊക്കെ പോയി എന്ത് രസമാണെന്ന് അറിയോ? കേട്ടോ എത്ര കിലോ ലോഡ് ഉണ്ടെന്നറിയോ? എന്തുമാത്രം വെയിറ്റ് ഉണ്ടെന്നറിയോ? അപ്പോൾ ഞാൻ ഈ വണ്ടി മൊത്തത്തിൽ എങ്ങനെ കണക്ക് കൂടെ ഒരു 10-100 കിലോ മേളി വെയിറ്റ് താങ്ങും കേട്ടോ. എനിക്ക് തന്നെ ഒരു 85-90 അടുപ്പിച്ചുണ്ട്. ഈ വിറക് എങ്ങനെ പോയാലും ഒരു 50-60 അല്ല 100 കിലോ അടുപ്പിച്ച് വെയിറ്റ് കാണും വിറകിന്.